മഴയും പാചകവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുക. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കരുത്. രാവിലെ തന്നെ ഒരു ചക്ക അടത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്നും നല്ല മഴക്കോളുണ്ട്. ഹാപ്പീനെ കണ്ടിട്ട് കുറച്ച് ദിവസമായെന്ന് ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹാപ്പി ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ കാണുമ്പോൾ അറിയില്ല, ഒരു ഗുണ്ടുമണിയെ പോലെ ഇരുന്നതൊക്കെ ഇച്ചിരി ഒന്ന് മാറി കിട്ടി. ഇച്ചിരി പൊക്കവും ഇച്ചിരി ഒരു ചെറിയൊരു നീളമൊക്കെ വെച്ചിട്ടുണ്ട്. ഉണങ്ങിപ്പോകുന്നത് അങ്ങനെ ഒന്നും അല്ല. പിന്നെ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇച്ചിരി നീളം വെച്ചത് കൊണ്ടും പിന്നെ ഇച്ചിരി പൊക്കം വെച്ചത് കൊണ്ടും ആ ഒരു നല്ല ബോൾ മാതിരി ഇരുന്ന അതൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ ആളിന് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പൂച്ചയുടെ കൂടെയാണെങ്കിൽ എപ്പോഴും കളിയും ബഹളവും എല്ല. എന്തായാലും ചക്ക അടത്തിയിട്ടപ്പോൾ പിന്നെ മോളിങ്ങ് എടുത്തുകൊണ്ട് വന്നേട്ടെ. എനിക്ക് എടുക്കാൻ പറ്റാത്തതിനെ കൊണ്ട് പിന്നെ കൂടെ വന്നിങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലോണമൊക്കെ വിളഞ്ഞ ചക്ക തന്നെ അതിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മുറ്റത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ അപ്പുറത്ത് ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളും പകുതി എടുക്കും. രണ്ടു കൂട്ടരും കൂടെ തന്നെ എടുക്കുന്നതല്ലാതെ ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും വേറെ ആരും ഇല്ല കേട്ടോ. പിന്നെ ചക്ക കൊടുക്കാനായിട്ട് വേറെ അങ്ങോട്ടും പോകണ്ട, മതിൽ വഴി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ചേച്ചി വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. ഞാൻ മതിലിൻ്റെ വണ്ടിയിൽ വെക്കുമ്പോൾ ചേച്ചി അവിടെ അടുക്കളയുടെ നിപ്പുണ്ട്. അങ്ങനെ അതും അവിടെ വെച്ച് പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് നാട്ടുമാങ്ങ എടുത്ത് വെക്കുന്നുണ്ട്. ഇല വെട്ടി വാട്ടിയിട്ട് ഇതിനകത്ത് വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് വെക്കുന്നത്. നല്ല അടിപൊളി നാട്ടുമാങ്ങ ഉപ്പിലിട്ട് നല്ല എരിവും നമ്മൾ കായൊക്കെ ഇട്ടൊക്കെ വെച്ചിരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ കൊടുത്തു വിടണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മാങ്ങ നമ്മൾ വീഡിയോയിലൊക്കെ ഒന്ന് രണ്ട് എനിക്ക് തോന്നുന്ന ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലാതെ ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്ന ഇങ്ങനെ കണ്ട് നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അങ്ങനെ മാങ്ങ എടുത്ത് ഇങ്ങനെ വെക്കുന്ന കണ്ടപ്പോഴത്തേക്ക് മോളെടുത്ത് പറഞ്ഞു വിട്ട് ഇങ്ങനെ മാങ്ങ കഴിക്കാനായിട്ട് കൊതി തോന്നുന്നു, ഉണ്ടെങ്കിൽ കൊണ്ടുവരുമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് മാങ്ങ കൊടുത്ത് വിടാം. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇവിടെ വെച്ചിരുന്നാലും ഇവിടെ അങ്ങനെ അധികം അങ്ങനെ കഴിക്കത്തോ എടുക്കത്തോ ഒന്നുമില്ല. അങ്ങനെ എന്തായാലും കുറച്ച് മാങ്ങ എടുത്ത് പൊതിഞ്ഞ് അങ്ങനെ ഇതും കൂടെയൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ മോള് പോകുമ്പോൾ കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും മാങ്ങയൊക്കെ കൊടുത്ത് വിട്ട് മോളും പോയിട്ടുണ്ട്. മോനും ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണേ. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് പയറെടുത്ത് അവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ മൊബൈൽ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അടപ്പ് തുറന്നപ്പോഴത്തേക്ക് തുറക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ചെറുപയർ അവിച്ച് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെറുതായിട്ടൊരു ചായ ഇടുന്നുണ്ട്. രാവിലെ ഞാൻ ഒരു ട്രിപ്പ് ചായ ഇട്ട് നമ്മളെല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പം മോനും കൂടെ അങ്ങ് പോയി. പിന്നെ അതുപോലെ തന്നെ ചായ ഇപ്പോൾ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ചെറിയൊരു തലവേദനയും ഒരു മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നതിനെ കൊണ്ട് ചൂട് വെള്ളം ഇങ്ങനെ കുടിക്കണമെന്ന് ചായ തന്നെ കുടിക്കണമെന്നൊക്കെ ചില സമയത്ത് എനിക്ക് അങ്ങനെ തോന്നും. ഇപ്പോൾ മഴ ഉണ്ട്, പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ചക്കയൊക്കെ ഇനിയിപ്പോൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ മക്കളെ പറഞ്ഞ് വിട്ട് അടുക്കളയൊക്കെ ഒതുക്കി പറക്കിയതിന് ശേഷം എന്തായാലും ചക്കയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇനി കയറാമെന്ന് വിചാരിച്ച്. ഇതിനിടയ്ക്ക് ചായ കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചോറിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ ചോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. റേഷനരി ചോറാണെന്ന് വെച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച് ചോറ് വെക്കുമ്പോൾ ചെള്ളായി പോകത്തില്ലേന്ന്. ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ റേഷനരി ചോറ് നമ്മൾ വെച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ, അരി വെന്തിങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ലേശം ഉപ്പിട്ട് കൊടുക്കണേ. അത് നമ്മൾ വെള്ള അരിക്കൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കണ്ട. വെള്ളരി എന്ന് പറയുമ്പോൾ വില അരി ഉണ്ടല്ലോ, അപ്പോൾ അതിനിട്ട് കൊടുക്കണ്ട. റേഷനരി ചോറിൽ നമ്മൾ കുഞ്ഞായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം തവി കൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് ആദ്യത്തെ ആ ഒരു കഞ്ഞിയുടെ വെള്ളം ഉണ്ടല്ലോ, അത് ആ കൊഴുപ്പ് വെള്ളമാണ്, അതങ്ങ് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തതിന് ശേഷം രണ്ടാമത് വീണ്ടും നമ്മൾ ഒരു കലത്തിലോ എന്തെങ്കിലും വെള്ളം എടുത്ത് വീണ്ടും ഒഴിച്ച് കൊടുത്ത് തവിയിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം ചരിച്ച് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി നല്ല തുറുതുറായിരിക്കുന്ന ചോറ് കിട്ടും. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടും പിന്നെ അതുപോലെ തന്നെ പതുക്കെയാണ് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ ചെറുതായിട്ട് ഞാനൊന്ന് സ്പീഡ് കൂട്ടിയതിനെ കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. പിന്നെ പേപ്പർ ഇട്ടിട്ടുണ്ട് കറയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ചക്ക ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കണം. നല്ല കണക്ക് വിളഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ മുറ്റത്ത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത സമയത്ത് വീഡിയോയിൽ വലിയ ഒരു വിളവായിട്ടൊന്നും അങ്ങനെ തോന്നുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും ഇപ്പോൾ ഇത്ര അടുത്ത് നമ്മൾ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് വീഡിയോയിൽ നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വിളഞ്ഞതൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചക്കയൊക്കെ കാണുമ്പോഴത്തേക്ക് ഒത്തിരി പേര് പറയും അവർക്കൊന്നും ചക്ക കിട്ടാറില്ല, മാങ്ങ കിട്ടാറില്ല എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സത്യം ഇപ്പോൾ ആർക്കും അങ്ങനെ ചക്ക വേണമെന്നോ മാങ്ങ വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇഷ്ടം കണക്കിന് നാട്ടുമാങ്ങ കണ്ടമാനം വീണ് ഇങ്ങനെ മൊത്തത്തിലങ്ങ് ചള്ളായി പോണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നുമ്പോഴത്തേക്ക് പോയി പറക്കും. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ജ്യൂസ് അടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ അപ്പുറത്ത് മോളങ്ങനെ എടുക്കും. അങ്ങനെയൊക്കെ മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരുപാടൊന്നും ആരും കൊണ്ടുപോക്കോ ആരും വന്ന് പറക്കോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ.
ശരിക്കും വീണ് പോകുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ചക്ക എല്ലാം വെട്ടി ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാകുമ്പോൾ തറയിൽ വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി വന്ന് കയറുന്നതിനെ കൊണ്ട് തറയിൽ വെച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാനും പറ്റത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അവൾക്ക് ചക്ക വേണം. ഇപ്പം എന്തായാലും ഈ ഒരു ചക്ക വെട്ടിയിട്ട് നമ്മളങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ. മുമ്പ് ഇങ്ങനെ കൊടുത്ത് അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ചക്ക കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ പച്ചച്ചക്ക നമ്മൾ കൊടുക്കുന്നത് നിർത്തി. മറ്റത് ഭയങ്കര ഇഷ്ടമാണ് ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു കുഞ്ഞ് പീസെങ്ങാനും നമ്മൾ ആ കട്ട് ചെയ്ത് ആ ഒരു സമയത്ത് ഒരു പീസ് മാത്രം ചെറുതായിട്ട് കൊടുത്തിട്ട് ബാക്കി ഒട്ടും കൊടുത്തില്ല. കഴിഞ്ഞ സമയത്തൊക്കെ ആണെങ്കിൽ ചക്ക കഴിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ എന്തായാലും ചക്ക എല്ലാം വൃത്തിയാക്കി ഇനിയിപ്പോൾ ഈ കുരു എല്ലാം മാറ്റി എടുക്കണം. എന്തെങ്കിലും കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കണം. പിന്നെ നമ്മളിപ്പോൾ ചക്ക ഇത്രയും നന്നാക്കി ഇപ്പോൾ വെച്ച് ഇപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. മക്കൾ രണ്ടുപേരും പോയിട്ടുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എന്തായാലും നല്ല മഴയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോഴേ അവിച്ച് വെക്കുവാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം മക്കൾ വരുന്ന സമയത്ത് എടുത്ത് കഴിക്കാമല്ലോ. മോനാണെങ്കിൽ രാത്രി വരുള്ളൂ, പിന്നെ മോള് വൈകിട്ട് വരുകയും ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വേസ്റ്റും കാര്യങ്ങളും എല്ലാമൊക്കെ കൊണ്ടൊന്ന് കളഞ്ഞ് പിന്നെ ചക്ക ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ചക്ക വെട്ടിയ സമയത്ത് അതിൻ്റെ പൂഞ്ചുണ്ടല്ലോ, നിങ്ങളവിടെയൊക്കെ എന്ത് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗത്തിരിക്കുന്ന കട്ടിയുള്ള പൂഞ്ച് ഞാൻ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോരൻ വയ്ക്കാം. കുറച്ച് ചക്കയുടെ കുരുവും കൂടെയൊക്കെ കൊത്തിപ്പൊടിച്ചൊക്കെ ഇട്ട് പൂഞ്ച് തോരൻ വെച്ച് കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ചക്കക്കുരു പാട വെച്ച് വിഴുക്ക് വരട്ടി അങ്ങനെ കഴിക്കും. അപ്പോൾ എന്തായാലും ചക്ക നന്നായിട്ട് കഴുകി കുറച്ച് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുക്കറിൽ നമ്മൾ ചക്ക വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിസിൽ കേൾക്കണമെന്നില്ല. കേൾക്കാറായി വരുന്ന ആ ഒരു സമയത്ത് തന്നെ കൂടെ അടുത്ത് നിൽക്കണം, കേൾക്കരുത്. കേൾക്കുന്നതിന് മുന്നേ തന്നെ നമ്മളങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അത് അവിടെ ഇരുന്ന് കറക്റ്റ് ഭാഗത്തിന് വെന്ത് കിട്ടും. വിസിൽ കേൾക്കുവാണെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. ഞാൻ ഒരുപാട് വട്ടം ചക്ക നമ്മൾ കുക്കറിൽ വെച്ച് നല്ല കറക്റ്റ് നല്ല അടിപൊളി പരുവത്തിന് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പിന്നെ ചരുവ പാത്രത്തിൽ വെച്ച് കുറച്ച് വെള്ളവും കൂടെയൊക്കെ ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ഇതിനിടയ്ക്ക് നമ്മൾ എടുത്ത പാത്രങ്ങൾ അതെല്ലാം ഒന്ന് കഴുകി പറക്കി ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി പറക്കിയൊക്കെ വെക്കണം. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ വെയിലും വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് നല്ല ഇടിയും മഴയൊക്കെ ആയിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടേ നമ്മളിവിടെയൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേര് നമ്മളെ വീഡിയോ കണ്ട സമയത്തൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ നാട്ടിലൊന്നും അവിടെയൊന്നും മഴയൊന്നും ഇല്ല, ഇവിടെയൊക്കെ നല്ല മഴയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ ചൂട് വെക്കെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെ വരുമ്പോൾ ദേഹമൊക്കെ ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വീട്ടിൻ്റെ സൈഡിൽ നിന്ന് വെള്ളം വീഴുമല്ലോ ഇറമ്പത്ത്. അപ്പോൾ ഇങ്ങനെ വീട്ടിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന സമയത്ത് ഒരു വലിയ പാത്രം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം എടുത്ത് കുളിക്കുമ്പോഴത്തേക്ക് കുരുവൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ഇത് നമ്മൾ നേരത്തെ വെച്ച റേഷനരി ചോറുണ്ടല്ലോ അതാണ്. ചക്ക ഇപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അടുപ്പിൽ വെച്ച് ഇതിനിടയ്ക്ക് കുറച്ച് ചോറ് മീൻകറി നമ്മൾ തലേ ദിവസം വെച്ചിരുന്നതും പിന്നെ ഒരു മാങ്ങയും കൂടെ എടുത്ത് ഇതിനിടയ്ക്ക് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചക്ക അടുപ്പിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കറക്റ്റ് പാകത്തിനൊക്കെ ആയി വരുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്ക അവിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും പിന്നെ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നമ്മൾ ഞവിടി ചേർക്കുമല്ലോ, അപ്പോഴതിൻ്റെ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചക്കയിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലിൻ്റെയും ഉപ്പിൻ്റെയും ഈ ഒരു തേങ്ങയുടെ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരെന്തായാലും കഴിച്ച് നോക്കുക. പിന്നെ ചക്ക വെന്ത സമയത്ത് ഇതിൽ ഒരു തുള്ളി നമുക്ക് വെള്ളം കളയാൻ വേണ്ടിയിട്ടൊന്ന് ഇല്ലായിരുന്നെന്ന് വെച്ചാൽ വെള്ളം ഞാൻ കുറച്ച് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് വെന്ത് കിട്ടി, അടിക്ക് പിടിക്കുകയോ കരിഞ്ഞു പോവുക അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഗ്യാസ് അടുപ്പിലാണെങ്കിലും അല്ലെങ്കിൽ വിറകടുപ്പിലാണെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് വർത്താനം പറയാനോ അല്ലെങ്കിൽ പുറത്തോട്ട് മാറിപ്പോവേ എന്തെങ്കിലും ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവ് വന്നാൽ മതി, പെട്ടെന്ന് കരിഞ്ഞ് അടിക്ക് പിടിച്ച് അങ്ങനെയൊക്കെ വരും. ഇത് നല്ല സൂപ്പറായിട്ട് തന്നെ ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട്. വേവ് കുറവുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് കൂടെ നിന്ന് തന്നെ വേവിക്കാനായിട്ട് നോക്കുക. പിന്നെ ഇപ്പം നല്ല മഴക്കോള് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ കുറച്ച് മഴയൊക്കെ പെയ്ത് അതൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അടുത്ത മഴയുടെ കോള് വന്ന് കയറുന്നുണ്ട്. ഇപ്പോഴും കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ മൂടിക്കെട്ടിയ രീതിയിലാണ് കിടക്കുന്നത്. ചക്ക അവിച്ചെല്ലാം വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. മോളിപ്പോൾ വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, പകുതി എത്തി നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഒരു കാപ്പിയൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ട് മഴയൊക്കെ കണ്ട് ഹാപ്പി ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് മാറിയിരിക്കുന്നുണ്ട്. വെള്ളം ശരിക്കും ഇങ്ങനെ മഴ പെയ്ത് വീഴുന്നുണ്ട്. സ്റ്റെപ്പിൽ വീഴുമ്പോഴത്തേക്കും നമ്മളെ സിറ്റൗട്ടിലോട്ട് ഇങ്ങനെ തെറിച്ച് വീഴുമല്ലോ, അങ്ങനെ വീഴുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് മാറിയിരിക്കുന്നുണ്ട്. നല്ല ശക്തിയിൽ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ശരിക്കും വെള്ളമായിട്ടുണ്ട് മുറ്റത്തൊക്കെ. അപ്പോൾ എന്തായാലും ഇതിനിടയ്ക്ക് തന്നെ മോളും വന്ന് ഇനിയിപ്പോൾ നമ്മൾ ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മോക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളേ. നല്ല ഇത് കണ്ടല്ലോ, ഒട്ടും കരിഞ്ഞു പോവേ അങ്ങനെ ഒന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും വെച്ചിട്ട് ചമ്മന്തി അരച്ച് വെച്ച്, ചമ്മന്തിയല്ല നമ്മൾ ഈ മുളക് ഉടച്ച് വെക്കുമല്ലോ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കട്ടനും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മോനുള്ളത് മാറ്റി വയ്ക്കും, പിന്നെ വൈകിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചക്ക ഇരിപ്പുണ്ട്. ബാക്കി മൊത്ത ചക്ക ഞാൻ എടുത്തില്ല,
ബാക്കിയുള്ള ചക്ക എടുത്ത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിപ്പോൾ നാളെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കറി വെക്കാനോ ചക്ക എരിശ്ശേരി വെക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോഴിതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. നാടൻ രീതിയിലുള്ള കുക്കിംഗ് ആണെങ്കിലും മഴയാണെങ്കിലും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ മക്കൾ വരുമ്പോഴത്തേക്കാണ് എനിക്കൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം ഒറ്റയ്ക്കിരിക്കുമായിരുന്നേ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ തോന്നും കേട്ടോ, തനിച്ചാകുമ്പോഴത്തേക്ക്. ഇപ്പോൾ എന്തായാലും മോള് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.